Hi dears, Assalamualaikum, welcome back. ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സ്പെഷ്യൽ കാട ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ അതുപോലെ സ്പെഷ്യൽ ടേസ്റ്റിലും ഈ ഒരു കാട ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കാട നന്നായിട്ട് കഴുകിയിട്ട് ക്ലീനൊക്കെ ചെയ്ത് കഴുകിയിട്ട് ഡ്രൈൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 4 കാടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കാട അങ്ങനെ മുഴുവനായിട്ട് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി 8 പീസാണ് കേട്ടോ. ഇനി അതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല സ്പെഷ്യലാക്കുന്നത് ഈ ഒരു മല്ലിയിലയാണ്. ഒരു പിടി മല്ലിയില ഞാൻ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഈ മലയിലയുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു കാട ഫ്രൈക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അതുപോലെ തന്നെ ഒരു ഇത്രയും വലുപ്പത്തിലുള്ള ഇഞ്ചിയും കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അതുപോലെ അതിൻ്റെ ഒരു പുളിയും എല്ലാം നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂണ് തൈര് കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ തൈരിന് പകരം നിങ്ങൾക്ക് നാരങ്ങതീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. തൈരാണ് ഒന്നുകൂടെ ബെറ്റർ കേട്ടോ. പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുക. ഞാൻ 1 ടീസ്പൂണ് മുഴുവനായിട്ട് മുളക് പൊടി, സാധാരണ മുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. കോൺഫ്ലവർ ആണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണ് കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതൊരു 1.5 ടീസ്പൂണ് സാധാരണ മുളക് പൊടി എടുത്താൽ മതി. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കാടകളെല്ലാം കാട കട്ട് ചെയ്തതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂറെങ്കിലും നമുക്ക് മിനിമം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, എന്നാൽ പെട്ടെന്ന് മാരിനേറ്റായി കിട്ടും. അതല്ല നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാലും മതി കേട്ടോ. അപ്പോൾ അത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് കാട അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ട കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്താൽ കാടയുടെ പുറം ഭാഗം പെട്ടെന്ന് കളറൊക്കെ മാറി വരും, പക്ഷേ ഉൾഭാഗം വെന്ത് വരില്ല. അപ്പോൾ നല്ലൊരു ഉറപ്പായിരിക്കും, നമ്മളൊരു കടിക്കാനൊന്നും കഴിയില്ല. ഒരു ഉറപ്പായിട്ടുള്ള ഒരു ഹാർഡായിട്ടുള്ള കാട ഫ്രൈ ആയിട്ടാവും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല പുറമേക്ക് നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല അടിപൊളി കാട ഫ്രൈ. അപ്പോൾ അതാ പറഞ്ഞത്, നല്ല ഉള്ളിലേക്ക് നല്ല സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് സാവധാനം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ചെറിയൊരു ഡെക്കറേഷനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളക് കീറിയതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ആ ഓയിലിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണാനൊരു ഭംഗിയാണല്ലോ ഈ ഒരു ഗ്രീൻ കളർ അതിലേക്ക് ഇങ്ങനെ വരുമ്പോൾ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് എടുക്കാം, അതിൽ നിന്ന് കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാനും പറ്റും, അതുപോലെ സ്പെഷ്യൽ ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതിനൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണതിൻ്റെ മാത്രം പോരാ, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്കുമ്പോഴോ അതിൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് പ്രത്യേകം സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്